പാതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സംഭവത്തിൽ പ്രാഥമിക വിവരശേഖരണം നടത്തി ഇഡി. ബാങ്ക് അക്കൗണ്ടുകൾ ഇഡി പരിശോധിക്കും. അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. അറസ്റ്റിന് മുമ്പ് പണം തിരികെ നൽകുമെന്ന് അനന്തകൃഷ്ണൻ ഉറപ്പു നൽകുന്ന വീഡിയോ പുറത്തുവന്നു. 300 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 25,000 കോടി രൂപ CSR ഫണ്ട്. ഇത് നമ്മുടെ പ്രോജക്റ്റിലല്ലോട്ടോ ചെലവഴിച്ചേക്കുന്നത്. ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വിവിധ ഗവൺമെന്റ് പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവർ നേരിട്ടോ ചെലവഴിക്കുന്ന സാഹചര്യം നിലനിൽക്കെ ഇത്തരം നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സന്നദ്ധ സംഘടനകളിലൂടെ കേരളത്തിലേക്ക് അത് കൂടുതലായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം അത് കഴിഞ്ഞ ജൂൺ മാസം മുതലേ ആരംഭിച്ചു വന്നതിനിടയിൽ സംഘടനാ തലത്തിലുണ്ടായിട്ടുള്ള ചില പാളിച്ചകളും ചില പിണക്കങ്ങളും അതുകൂടാതെ ഈ ഒരു പ്രോജക്റ്റ് നടത്തരുത് എന്ന ലക്ഷ്യത്തോടു കൂടി സ്വാർത്ഥ താല്പര്യക്കാരും ചില ഉദ്യോഗസ്ഥരുമൊക്കെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു പിന്നിൽ നിന്നുള്ളൊരു കുത്തൽ അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അതിനെ അതിജീവിച്ച് തന്നെ മുമ്പോട്ട് നിൽക്കുകയാണ്. പരമാവധി അപേക്ഷകർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങൾ പോസിറ്റീവായി മുമ്പോട്ട് പോകുന്നു എന്ന അറിയിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടലിലൂടെ തന്നെ അതിൻ്റെ വർക്കിംഗ് പാറ്റേൺ നീങ്ങുന്ന വിവരം ഒരു മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ പോർട്ടലിലൂടെ കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു CRM സൗകര്യം, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സൗകര്യവും അതുകൂടാതെ ഓഫീസിൽ നേരിട്ട് കാണുവാൻ ആഴ്ചയിൽ 1-2 ദിവസം സമയം വ്യവസ്ഥ ചെയ്ത് കാണുവാനുള്ളൊരു ക്രമീകരണം ചെയ്തുകൊണ്ട് പോകുന്നു. ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് കമ്പനികളൊക്കെ ആയിട്ടുള്ള ഒത്തിരി വർക്കുകൾ തീർക്കേണ്ടത് എന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിൽ കൂടി പോകേണ്ടി വരുന്നതുകൊണ്ടും ഞാൻ തന്നെ നേരിട്ട് പോയി സംസാരിക്കേണ്ടെന്ന ഞാൻ തന്നെ നേരിട്ട് പോയി ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ എനിക്ക് സ്വസ്ഥമായി ഓടുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് മറ്റൊരു സൈഡിൽ ഇത്തരം ഫണ്ടുകൾ സമാഹരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് ചെറുതും വലുതുമായ ആനുകൂല്യങ്ങളായിട്ടോ സേവനങ്ങളായിട്ടോ എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമല്ല ഈ ഒരു കാര്യത്തിന് പരിഹാരം. പരാതികളോ അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇതിന് പരിഹാരം. ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ പകുതി തുകയടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ വലിയ കഷ്ടപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള വിഹിതം അടച്ച് ഒരു വലിയ കാലതാമസം നിങ്ങളിപ്പോൾ കാത്തു നിന്നിട്ടുണ്ട്. ഒരു ചുരുങ്ങിയ സമയം കൂടി സഹകരിക്കുവാൻ എല്ലാ അപേക്ഷകരോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അധികം വൈകാതെ വിതരണത്തിൻ്റെ ഒരു ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൻ്റെ ഘട്ടത്തിലോ നിങ്ങളെ നേരിട്ട് കാണുവാൻ കഴിയും. തുടർന്ന് വരുന്ന പരമാവധി വിതരണ പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ വിധത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീമിൻ്റെ ദിവസങ്ങളോളമുള്ള രാവും പകലുമില്ലാത്ത അധ്വാനം ഇതിൻ്റെ പുറകിൽ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിൻ്റെ പുറകിലുണ്ട്. അതിനാൽ ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇതായിരുന്നു അനന്തുവിന്റെ വീഡിയോ ദൃശ്യങ്ങൾ. അതായത് ഈ വിഷയം വിവാദമായതിനു ശേഷവും ഈ പണം നൽകിയവർക്ക് ആ വസ്തുവോ സേവനമോ ഉറപ്പാക്കുകയാണ് ഈ ദൃശ്യങ്ങളിലൂടെ അനന്തു ചെയ്യുന്നത്. തട്ടിപ്പിൽ തൃശൂർ വടക്കാഞ്ചേരിയിലും പരാതി ലഭിച്ചിട്ടുണ്ട്. 48 പേർക്ക് വടക്കാഞ്ചേരിയിൽ പണം നഷ്ടമായി എന്നാണ് പ്രാഥമിക വിവരം. വടക്കാഞ്ചേരി നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ ബുഷറ റഷീദിനെതിരെയും പരാതിയുണ്ട്. 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന പ്രതിയുമായി നേരിട്ട് ബന്ധമുള്ള അനന്തകൃഷ്ണൻ്റെ വടക്കാഞ്ചേരി ശാഖയിലെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഡയറക്ടർമാർ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളുമാണ്. അപ്പോൾ ആളുകൾക്ക് 50% സബ്സിഡിയിൽ നിർധനരായിട്ടുള്ള വനിതകൾക്ക് ഡിജിറ്റൽ ഡിവൈസുകളും സ്കൂട്ടർ ഉൾപ്പെടെ 50% സബ്സിഡിയിൽ നൽകുമെന്ന് പറഞ്ഞ് വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപകമായി പണപ്പിരിവ് നടത്തുകയാണ്. അങ്ങനെ പണപ്പിരിവ് നടത്തി ആളുകളെ പറ്റിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. തട്ടിപ്പിൽ വഞ്ചിക്കപ്പെട്ടു എന്നായിരുന്നു വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദിയുടെ പ്രതികരണം. ഞങ്ങൾ ഇതിൽ വന്ന് പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2010 തൊട്ടിട്ട് ജനപ്രതിനിധിയാണ്. 2006 തൊട്ടിട്ട് സാമൂഹിക ഒരു പ്രവർത്തക കൂടിയാണ്. 2010 ഞാൻ മത്സരിച്ചത്.
അന്ന് മുതൽ പരിചയമുള്ളതാണ്. കുടുംബശ്രീയുടെ RP ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ത്രേസ്യ എന്ന് പറയും. അവരുമായിട്ട് പരിചയമുണ്ട്. പല പ്രൊജക്റ്റുകളും കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് എന്നെ അറിയിക്കാറുണ്ട്. ഞാനത് താഴെ തട്ടിൽ സ്ത്രീകളോട് പറയാറുണ്ട്. അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ അവർ മേടിച്ചെടുക്കാറുണ്ട്. ആ ഒരാൾ തന്നെയാണ് ഒരു 10 മാസം മുന്നേ എന്നെ ഇതേപോലെ എന്നോട് സീഡ് സൊസൈറ്റികൾ മുഖേന 50% സബ്സിഡിയിൽ സ്ത്രീകൾക്ക് ഗൃഹോപകരണങ്ങളും അതുപോലെ തന്നെ 2 വീലർ, മൊബൈൽ ഫോണ്, അവരുടെ മക്കൾക്ക് ലാപ്ടോപ്പും ലഭിക്കുമെന്നുള്ളത് എന്നെ അറിയിക്കുകയാണ് ചെയ്തത്. അത് പ്രകാരം സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിൻ്റെ പരിധിയിൽപ്പെട്ട ആളുകളെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് എടുക്കുകയും അവരെ ഒരു ബോർഡ് ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, നിരവധി പേർ ആണ് പരാതിയുമായി എത്തുന്നത്. വ്യത്യസ്ത സംഘടനകൾ വഴിയാണ് ഈ തരത്തിൽ അനന്തകൃഷ്ണൻ ബന്ധപ്പെട്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുമൊക്കെ ഇതിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് അധികമായി പരാതി എത്തിക്കൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, എന്തായാലും അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപ് വരെ അനന്തകൃഷ്ണന്റെ ആ ഒരു ഗ്യാരണ്ടി അത് നമ്മൾ കാണാതിരിക്കാൻ കഴിയില്ല. കാരണം മാത്രം ആത്മവിശ്വാസത്തിലാണ് അനന്തു തൻ്റെ അപേക്ഷകരോട് പറയുന്നത്. ഇവരിൽ നിന്നും പൈസയൊക്കെ തട്ടിയെടുത്തതിന് ശേഷം അവർക്ക് ഒരു സാവകാശം, അതായത് അവരുടെ പണം തിരികെ എത്തും, ഒരു വാർത്തയായിട്ടോ അല്ലെങ്കിൽ പരാതിയായിട്ടോ മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. പകരം ഇത് എങ്ങനെ നിങ്ങളുടെ പൈസ തിരിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സേവനമാണോ തരാമെന്ന് പറഞ്ഞത് അതെങ്ങനെ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കാം എന്നതാണ് നോക്കേണ്ടത്. അതിന് ഈ ആളുകളുടെ ഒരു സഹകരണം കൂടി അനന്തു ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഫെബ്രുവരി 15-നകം ഈ പ്രശ്നം പരിഹരിക്കും. 4 ദിവസത്തിന് ഉള്ളിൽ തന്നെ പണം തിരികെ നൽകുമെന്നാണ് ഈ മൂവാറ്റുപുഴയിൽ അനന്തുവിനെതിരെ കേസെടുത്തതിന് പിന്നാലെ അനന്തു ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. എന്തായാലും അതിനുശേഷമാണ് അനന്തുവിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഈ അറസ്റ്റ് വന്നതിന് പിന്നാലെയാണ് നിരവധി പരാതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മൂവാറ്റുപുഴയിൽ തുടങ്ങി ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരും വരെ അവസാനിക്കുന്ന ഒരു പരാതി പ്രളയം തന്നെയാണ് അനന്തുവിനെതിരെ വന്നിരിക്കുന്നത്. ഇതുവരെ എത്ര കേസ് എടുത്തു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊടുപുഴയിലടക്കം പരാതി വരുന്നുണ്ട്. ഇതിൽ ഒരു ഏറ്റവും പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ഒരു കക്ഷി രാഷ്ട്രീയമന്യം എന്നോണം എല്ലാവരും ഈ അനന്തകൃഷ്ണന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നമ്മൾ നോക്കിയാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കൂടെ നിന്ന് ചിത്രം പോസ്റ്റ് ചെയ്താണ് ഇത്ര വലിയൊരു തട്ടിപ്പിലേക്ക് അനന്തു കടന്നിരിക്കുന്നത്. ഓരോ പരിപാടിയിൽ ഉദ്ഘാടകരായിട്ട് അല്ലെങ്കിൽ പരിപാടി സംഘടിപ്പിക്കും പ്രധാനപ്പെട്ട ഉദ്ഘാടകരായിട്ടൊക്കെ MP-യെയും MLA-യും മന്ത്രിമാരെയും ഒക്കെയാണ് അനന്തു ക്ഷണിക്കുന്നത്. പലപ്പോഴും ഇവിടെ എത്തുന്നത് പോലും അനന്തുവിന്റെ ഇത്രയും വലിയ തട്ടിപ്പ് അറിയാതെയാണെന്നാണ് പലരുമൊക്കെ ഇതുവരേക്കും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും AN രാധാകൃഷ്ണന്റെ ഒരു പത്രസമ്മേളനം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നാണ് ഉറ്റുനോക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയ ഈ പണം നൽകിയവർക്കെല്ലാം ചെക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട്. ആ ചെക്ക് 7 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള തുക അത് തിരികെ കിട്ടുമെന്നാണ് AN രാധാകൃഷ്ണന്റെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത്. ഇന്ന് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് ഉറ്റുനോക്കുകയാണ്. ഒപ്പം ഇപ്പോൾ ലഭിക്കുന്ന പരാതികൾ അനുസരിച്ച് വടക്കാഞ്ചേരിയിലുമൊക്കെ ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. 4 പരാതികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പരാതികളുണ്ട്. പലരും പുറത്ത് പറയാനായി ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പണം തിരികെ കിട്ടുമെന്ന് ഉറപ്പായാൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ആളുകളുടെയും തീരുമാനം. പറവൂരിൽ അടക്കം 1000-ലധികം പരാതികൾ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പോലീസ് ഇവരെയൊക്കെ വിശദമായി മൊഴിയെടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ പരാതികൾ ഇനിയും ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യതയും. അഭിലാഷ്, ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സൈൻ വഴിയാണ് AN രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പണം വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഈ പണം അനന്തുവിന് നൽകിയിരുന്നോ? അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ടല്ലോ. ഇന്നലെ നവമി ഈ അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? അവരിൽ പല ചോദ്യങ്ങൾക്കും AN രാധാകൃഷ്ണൻ നേരിട്ട് മറുപടി നൽകും എന്ന് പറയുമ്പോൾ പോലും അതിന്റെ ഭാരവാഹികൾക്ക്, ചുമതലക്കാർക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കുമല്ലോ. വലിയ തോതിൽ പണം പലരിൽ നിന്നായി കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവരും വഞ്ചിക്കപ്പെട്ടതാണോ? ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു നഗരസഭാ കൗൺസിലറിന്റെ പ്രതികരണം വന്നിരുന്നു. ഇന്നലെ ലാലി വിൻസെന്റിന്റെ പ്രതികരണം വരുന്നുണ്ട്. ഇവരൊക്കെ വഞ്ചിക്കപ്പെട്ടതാണോ എന്നതിലൊന്നും വ്യക്തതയില്ല. ഇങ്ങനെ കൈപ്പറ്റിയ പണം അനന്തുവിന് നൽകിയിരുന്നു എന്നതിലൊക്കെ വ്യക്തതയുണ്ടോ നവമി?
അഭിലാഷ്, അതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇന്ന് എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതിലൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ ആളുകൾക്ക് പണം തിരികെ നൽകുന്നുവെങ്കിൽ അത് അനന്തകൃഷ്ണന് പണം കൊടുത്തിട്ടില്ല എന്നതല്ലേ അർത്ഥം? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പണം കൊടുക്കാത്തത്? അല്ലെങ്കിൽ ഇത്രയേറെ 3-4 മാസങ്ങൾ 6 മാസങ്ങളായി അവരുടെ വാഹനവും അല്ലെങ്കിൽ തയ്യൽ മെഷീനും ഒക്കെ കാത്തിരിക്കുന്നവരുണ്ട്. ഇവർക്ക് എന്തുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് അതൊന്നും കൊടുക്കാൻ കഴിയാത്തതെന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് അവരെ നേരത്തെ അറിയിച്ചില്ല? ഇങ്ങനെ ഒരു പരാതിയുമായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധവുമായി പരാതിക്കാർ രംഗത്തെത്തിയപ്പോൾ മാത്രമാണ് ഈ പണം അടക്കം തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടികളിലേക്ക് അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഈ പണം തിരികെ നൽകുവാൻ എന്നൊരു ഘട്ടത്തിലേക്ക് എൻ രാധാകൃഷ്ണൻ അടക്കം കടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയേറെ കാലതാമസം ഉണ്ടായത്? ഈ പണമൊക്കെ എന്താണ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് ഇവരുടെ സേവനം നൽകാത്തത്? അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഇന്നലെ എൻ രാധാകൃഷ്ണന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ അവർ കൃത്യമായ ഒരു ഉത്തരം തന്നിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾ ഇതിനു മുൻപും വർഷങ്ങളായി ഈ ഇരുചക്ര വാഹന വിതരണം അല്ലെങ്കിൽ തയ്യൽ മെഷീൻ ഉൾപ്പെടെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ നൽകുന്നുണ്ട്, അതെല്ലാം കൃത്യമായി നൽകിയിരുന്നുമുണ്ട്. ഇപ്പോഴാണ് ചെറിയൊരു കാലതാമസം നേരിട്ടത്. പക്ഷെ അതിൽ ആളുകളുടെ പണം തട്ടിയിട്ടില്ല. അവരുടെ ആവശ്യപ്പെടുന്ന ഈ വാഹനമാണ് അവർക്ക് വേണ്ടതെങ്കിൽ അത് ഉടനെ തന്നെ വാങ്ങി നൽകും, പണമാണ് വേണ്ടതെങ്കിൽ അത് തിരിച്ചു നൽകാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന മറുപടിയാണ് അവർ തരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അതിൽ ഇത്രയും കാലതാമസം ഉണ്ടായത്? ഒരു പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ആളുകൾ എന്തുകൊണ്ട് വീണ്ടും ഓഫീസിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഒരുക്കി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആ ഓഫീസിൽ നിന്ന് മറുപടി നൽകിയിട്ടില്ല. എൻ രാധാകൃഷ്ണൻ തന്നെ മറുപടി നൽകുമെന്നാണ് തീർച്ചയായും. നവമി തുടരുക. ഇപ്പോൾ കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. നവമിയിലേക്ക് ഞാൻ എത്താം. അനന്തകൃഷ്ണനെതിരെ കോഴിക്കോടും കേസുണ്ട് എന്നതാണ് മറ്റൊരു വിവരം. നടക്കാവ് പോലീസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അവയർ എക്കോ ട്രസ്റ്റ് മുഖേന 72 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് വിവരം. അനീഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഇതാണ് അതായത് പലതരത്തിലുള്ള ട്രസ്റ്റുകൾ, ഈ ട്രസ്റ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് അനന്തു നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രസ്റ്റുകൾ മുഖേനയാണ് പലപ്പോഴും CSR ഫണ്ട് വരാറുള്ളത്. അങ്ങനെയാണ് പലപ്പോഴും കമ്പനികൾ അവരുടെ CSR ഫണ്ട് ചെലവാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഏത് നിലയിലുള്ള ഒരു തട്ടിപ്പ് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ പരാതിക്കാരുടെ ഭാഗത്ത് നിന്ന് എപ്പോഴാണ് ഈ അപേക്ഷ നൽകിയത്? എത്ര രൂപയാണ് അവരിൽ നിന്ന് വാങ്ങിയത്? ഇതിലൊക്കെ വ്യക്തത വരുന്നുണ്ടോ അനീഷ്? അഭിലാഷ്, സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ നടന്നതിന് സമാനമായ രീതിയിലുള്ളൊരു തട്ടിപ്പ് തന്നെയാണ് കോഴിക്കോടും നടന്നിരിക്കുന്നത്. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളാണ് അല്ലെങ്കിൽ 2 പരാതികളാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത്. 2 പരാതികളിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒന്ന്, ഈ നടക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അവയർ എക്കോ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് മാനേജർ അരുൺ നൽകിയിരിക്കുന്ന പരാതിയാണ്. ഈ പരാതിയിൽ പറഞ്ഞ പ്രകാരം 72 ലക്ഷം രൂപയാണ് ഈ സ്ഥാപനം വഴി, ഈ NGO വഴി അനന്തകൃഷ്ണന് നൽകിയിരിക്കുന്നത്. 98 വനിതകൾക്ക് സ്കൂട്ടർ നൽകാം എന്ന വാഗ്ദാനം നൽകിയായിരുന്നു പണപ്പിരിവ് നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഒന്നാം ഘട്ടം എന്ന രീതിയിൽ കുറച്ച് വനിതകൾക്ക് ഈ സ്കൂട്ടറുകൾ ലഭ്യമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ്യത വർദ്ധിക്കുകയും കൂടുതൽ ആളുകൾ ഈ സ്കൂട്ടർ ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, കോഴിക്കോട് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സംഘടന മുഖേന 2,45 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് അതിന്റെ കോർഡിനേറ്റർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. 363 ഇരുചക്ര വാഹനങ്ങൾ, 22 ലാപ്ടോപ്പുകൾ, 36 മൊബൈൽ ഫോൺ എന്നിവയാണ് എന്നിവയ്ക്കായാണ് വനിതകളിൽ നിന്നും പണപ്പിരിവ് നടത്തിയത്. ഈ EDS എന്ന സൊസൈറ്റി നേരത്തെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നില്ല, വനിതാ സംരംഭക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. പക്ഷേ ഈ ആളുകളിൽ നിന്നും കൂടുതൽ ഒരു സമ്മർദ്ദം ഈ സംഘടനയ്ക്ക് നേരെ ഉണ്ടാവുകയാണ്. മറ്റിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ നിരവധി ആളുകൾക്കാണ് ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, സ്കൂട്ടർ എന്നിവ ലഭിക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു പ്രേരണ പുറത്തുനിന്ന് ലഭിക്കുകയും പിന്നീട് അനന്തകൃഷ്ണൻ ഇവരെ സമീപിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ ഏജൻസി ഇതിൽ ഇടപെട്ടതെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ മറ്റ് നഗരത്തിലെ ഏജൻസികളും ഇത്തരത്തിൽ സമാനമായ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. കൂടുതൽ പരാതികൾ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പോലീസിന് ലഭിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പണപ്പിരിവ് അനീഷ് ഒന്ന് തുടരുക. ഇപ്പോൾ സീഡിന്റെ തളിപ്പറമ്പ് കോർഡിനേറ്ററായ സുവർണ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി സുവർണ, ഈ സീഡ് എന്നതിനെ കുറിച്ച് താങ്കൾക്ക് തന്നെ കൃത്യമായ ബോധ്യമുണ്ടോ? സീഡ് എന്ന് പറഞ്ഞാല് ഒരു സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരില് തലശ്ശേരി കീഴില് തലശ്ശേരി കോടതിയുടെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു ഇതാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും, അതായത് ഏകദേശം ഒരു 10-65ഓളം
ആൾക്കാർ കണ്ണൂർ ജില്ലയിൽ കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ തളിപ്പറമ്പ് സീഡ് ഓരോ സീഡിന്റെ കീഴിൽ പിന്നെ ഓരോ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചിട്ടാണ് അവര് ചെയ്തത്. അപ്പൊ അതിന്റെ ചെങ്ങളായി സീഡ് തളിപ്പറമ്പിലെ ചെങ്ങളായി സീഡിന്റെ കോർഡിനേറ്റർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മേലെയായി, ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഒരു വർഷത്തിന് മേലെയായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് ഞങ്ങൾ ചെങ്ങളായി സീഡിൽ ഏകദേശം 570ഓളം മെമ്പർമാർ ഞങ്ങളുടെ കീഴിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇത് ശരിക്കും സോഷ്യൽ വർക്ക് എന്നൊരു ഉദ്ദേശം മാത്രം ആണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതാരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഈ അനന്തുവിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കണ്ടത് ഞങ്ങൾ കണ്ണൂർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിലേക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് 2024 ജനുവരി മാസം ഞങ്ങൾക്കൊരു ക്ലാസ് മഹാത്മാ മന്ദിരത്തിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഞങ്ങൾ അതിൽ പോവുകയും എന്റെ ഒരു അടുത്ത സുഹൃത്ത് വഴിയാണ് ഞാനിത് അറിയുന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ പോവുകയും അപ്പൊ അവിടെ എത്തിയ സമയത്ത് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പം അവര് ഞങ്ങളോട് ഇങ്ങനെ CSR ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ള പരിപാടികളാണ്, സീഡ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഏജൻസി ആണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പൊ ഞങ്ങൾ 100% സത്യസന്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് തന്നെ ആണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സമയത്ത്. അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ പേരെന്ന് വെച്ചാല് അടുത്ത മാർച്ച് മാസം കണ്ണൂര് മുനിസിപ്പൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് 250ഓളം വനിതകൾക്ക് 2 വീലർ വിതരണം ഉണ്ട്. അപ്പൊ അതിലേക്ക് ഞങ്ങൾ അവർ ഇൻവൈറ്റ് ചെയ്തു. അവിടെ പോയ സമയത്ത് കണ്ടത് ഞങ്ങളുടെ മുമ്പിൽ താക്കോലുകൾ കൈമാറുന്നതും അതുപോലെ അവർക്ക് കുട്ടികൾക്ക് വേണ്ട ലാപ്ടോപ്പ് പോലുള്ള സംഭവങ്ങൾ കൊടുക്കുന്നതൊക്കെയാണ് അതുവഴി കണ്ടിട്ടുള്ളത്. എന്നാണ് അത് നടന്നത്? ലാപ്ടോപ്പുകളും അതുപോലെ 2 വീലറുകളും ആ വേദിയിൽ വെച്ചിട്ട് ഇവർ വിതരണം ചെയ്യുണ്ടായി. അത് ഏത് മാസമായിരുന്നു? ഏപ്രിൽ 5-ാം തീയതി 6-ാം തീയതി ആണെന്ന് 2024 ഏപ്രിലിൽ അല്ലേ? അതെ തീർച്ചയായിട്ടും. ശരി. അപ്പോൾ ഇതുപോലെ കൂടുതൽ ആളുകൾക്ക് എന്തായിരുന്നു ഈ സുവർണയുടെ ഒരു ഡ്യൂട്ടി എന്തായിരുന്നു? ഞാനിത് കോർഡിനേറ്റർ എന്ന രീതിയിൽ ജനങ്ങൾ എടുക്കുന്ന, അതായത് പിന്നെ സാധാരണക്കാരായ ആൾക്കാരെടുക്കുന്ന പിന്നെ മെമ്പർഷിപ്പ് കളക്ട് ചെയ്യുക. അതായത് ഞങ്ങൾക്ക് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് കളക്ട് ചെയ്തുകൊണ്ട് ഈ സീഡ് സൊസൈറ്റിയുടെ ഭാഗമാക്കിയിട്ട് അവരെടുക്കുന്നത് 320 രൂപ രജിസ്ട്രേഷൻ ഫീസാണ് ഞങ്ങളോട് വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിയതിനു ശേഷം ആൾക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞങ്ങളോട് ഓരോ ഇത് നമുക്ക് വാട്സപ്പിൽ ഓരോ ഇതിട്ട് തരും അവര്. പിന്നെ ബ്രൗഷറും കാര്യങ്ങളും ഇട്ട് തരും. പിന്നെ 2 വീലർ, അതായത് സുവർണ ആളുകളെ നേരിട്ട് കണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കുക അതായിരുന്നോ? അതായത് ഇങ്ങനെ പകുതി വിലയ്ക്ക്, എനിക്ക് തോന്നുന്നു ഇത് വനിതകൾക്ക് മാത്രം എന്ന നിലയിലാണ് എന്ന് തോന്നുന്നു അല്ലെ? അതെ അത് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സാമ്പത്തിക സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി ചെയ്യുന്ന പരിപാടികളാണ്. അപ്പം 100% അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യം, 50% സാമ്പത്തിക സഹായങ്ങളാണ് ഞങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാനുണ്ടായ കാരണവും അതാണ് സാർ. ഞങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരിയും ജനങ്ങളുടെ മുന്നിൽ നിന്ന് വാഹനങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ചതിവില്ല എന്ന് വിശ്വസിക്കാൻ. അതിനുശേഷം സുവർണ കൂടുതൽ ആളുകളെ ഇതിന്റെ ഭാഗമാക്കി ചേർക്കുകയൊക്കെ ചെയ്തോ? ഞങ്ങളായി പിന്നെ സീഡിന്റെ കീഴിൽ 560ഓളം മെമ്പർഷിപ്പ് എടുത്തു. അതിൽ ഏകദേശം 105ഓളം വാഹനങ്ങൾക്ക് അവര് പേയ്മെന്റ് അടച്ചിട്ടുണ്ട്, അടച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് എത്ര നാളായി ഈ പണം അടച്ചു തുടങ്ങിയിട്ട്? 6 മാസത്തിന് അടുത്തായി, 6 മാസമായി. അതായത് വെരിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടുള്ള തളിപ്പറമ്പ് ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. അപ്പോ അതിലേക്ക് ഞങ്ങൾ എല്ലാ ജനങ്ങളെയും അവർ പങ്കെടുപ്പിച്ചുകൊണ്ട് നോട്ടറി അറ്റസ്റ്റേഷനും വെരിഫിക്കേഷനും ക്ലിയറൻസ് എല്ലാം ചെയ്ത്, പിന്നെ അയാളുടെ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നൊരു ഈ സുവർണ ഇതില് 1-2 സംശയം. ഇപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ 2024 ഏപ്രിലിൽ വലിയ ഒരു വിതരണം നടന്നു എന്ന് പറയുന്നുണ്ട്. അത് താങ്കൾ ഈ പറയുന്നത് പോലെ ഒരു ക്വാണ്ടിറ്റി, അതായത് 10-200 പേർക്ക് ഈ താക്കോൽദാനം നടന്നു എന്നുള്ളത് തന്നെയാണോ? അതെ തീർച്ചയായിട്ടും അതെ. ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് സാർ നടന്നത്. അന്ന് ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുത്തിരുന്നോ? ഇല്ല, അന്ന് ജനപ്രതിനിധികൾ കാര്യമായിട്ട് അങ്ങനെ ആരും പങ്കെടുത്തില്ല. ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും പിന്നെ ഇതിന്റെ കുറച്ച് ആൾക്കാരും മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ഒരു സമയത്താണ്
ഒരു സംശയം, അത് ആ ചടങ്ങ് നടന്നത് സീഡിന്റെ നേതൃത്വത്തിലായിരുന്നു അതെയോ മറ്റേതെങ്കിലും ഓർഗനൈസേഷൻ ഇത്തരത്തിൽ ട്രസ്റ്റുകളുടെ നേതൃത്വത്തിലായിരുന്നു? അതറിയാമോ? അന്ന് അവിടെ നടന്നത് നമ്മൾ മനസ്സിലാക്കിയത് സീഡിന്റെതല്ല. അന്ന് നടന്നിട്ടുള്ളത് വേറെ ഏതോ ഒരു NGOന്റെ ആണ് നടന്നിട്ടുള്ളത്, സീഡിന്റെ ആയിരുന്നില്ല. ശരി, അതിനുശേഷം ആണ് ഇതിലേക്ക് വന്നത്. അതിൽ 500-ലധികം ആളുകളെ ചേർക്കുന്നു, 100-ലധികം ആളുകൾ ഈ പണം നൽകി കഴിഞ്ഞു അല്ലെ? തീർച്ചയായിട്ടും. അത് 2 വീലറിന് മാത്രമാണോ? ഇവരിപ്പോൾ ഈ പല NGO സംഘടനകൾ പലതരത്തിലാണ്. ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, അതുപോലെ ടാബുകളുണ്ട്, അതുപോലെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് ഉണ്ട്, 2 വീലറുകളുണ്ട്, മറ്റ് ഗൃഹോപകരണങ്ങൾ അടക്കം അങ്ങനെയൊക്കെയുള്ള ഓഫറുകളാണ് ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ളത്. താങ്കളുടെ ഡ്യൂട്ടി എന്തിലേക്ക് ആളുകളെ ചേർക്കുക എന്നതായിരുന്നു? സർ, ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രൊജക്ടുകളാണ് മേലെ നിന്ന് സിയാറ്റ് എന്ന് പറഞ്ഞ സപ്പോർട്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസി വഴിയാണ് ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. അത് ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. അല്ലാതെ ക്യാൻവാസ് ഒന്നും ചെയ്യേണ്ടതില്ല ജനങ്ങളെ. ക്യാൻവാസ് മീൻസ് ഞങ്ങളോട് അവര് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമൊക്കെ വീടുകളിൽ കേന്ദ്രീകരിച്ചിട്ട് ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം. ഞങ്ങൾ തീർത്തും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൽ ഒരു മോശമായിട്ടുള്ള ഒന്നും ഞങ്ങൾക്ക് തോന്നാത്തത് കൊണ്ടും ഞങ്ങൾ ഇതിൽ വിശ്വസിപ്പിച്ചത് കൊണ്ടും ജനങ്ങളോട് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുകയും അവരുടെ കുറച്ച് അത്യാവശ്യം വീടുകളിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളോട് പറഞ്ഞ വാർഡ് കുടുംബശ്രീകളൊക്കെ കേന്ദ്രീകരിച്ച് അതുപോലെ ഗ്രാമസഭകളിലൊക്കെ ഞങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് അധികൃതരൊക്കെ ഇതിൽ നിരപരാധികളാണ്. ഞങ്ങളാണ് അവരോട് പോയിട്ട് പറയുന്നത് കാര്യങ്ങൾ. സുവർണ്ണ, ഇതിൽ താങ്കൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഒപ്പം ഈ 5-6 മാസമായി നമ്മളിങ്ങനെ പണം കൊടുത്തവരാണല്ലോ. അപ്പോൾ അത് ലഭിക്കാതെ വന്നപ്പോഴൊന്നും സുവർണ്ണയെ പോലുള്ളവർക്ക് സംശയങ്ങളൊന്നും തോന്നിയില്ലേ? 100% ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഓണത്തിന്റെ സമയത്ത് ഒരു ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഏകദേശം 175ഓളം മെമ്പർമാർക്ക് ഇതിനകത്ത് ഞങ്ങൾ ഓണക്കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3000 രൂപ അടച്ചിട്ട് പകുതി പൈസ സാമ്പത്തിക സഹായത്തോടെ അവര് 1500 രൂപ അടച്ചിട്ട് 3000 രൂപേന്റെ സാധനങ്ങളാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ആ കൊടുത്ത സമയത്ത് ഞാനായിരുന്നു അതിന്റെ ഫുൾ ഞങ്ങൾ തളിപ്പറമ്പില് ഓറഞ്ച് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഹൈപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞാനാണ് പോയത്. കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് അവരോട് അവതരിപ്പിച്ചു. അവര് നമുക്ക് ക്രെഡിറ്റിലാണ് സാധനങ്ങൾ തന്നത്. അപ്പൊ 100% നമ്മൾ ക്രെഡിറ്റിൽ സാധനങ്ങൾ അവർക്ക് അവരെടുക്കുന്ന വാങ്ങിയിട്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം രാത്രി എനിക്കൊന്ന് 8-8:30 മണിയോളം ഞാൻ തളിപ്പറമ്പിൽ നിന്ന് ഓരോ സാധനങ്ങളും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രം ചൂസ് ചെയ്ത് അതിനകത്തുനിന്ന് മോശമായ സാധനങ്ങളൊക്കെ ഒഴിവാക്കി ജനങ്ങൾക്ക് അത്രയും നല്ല സാധനങ്ങൾ വേണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ അത്രയും നല്ല സാധനങ്ങൾ വെച്ചിട്ട് ഇതിന്റെ പിന്നിൽ തട്ടിപ്പോ വെട്ടിപ്പോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുക്കില്ലായിരുന്നു സർ. അതെ, ഈ പണം അതായത് ക്രെഡിറ്റിനാണല്ലോ ഈ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് തന്നത്. ആ പണം നൽകിയോ സൂപ്പർ മാർക്കറ്റിന്? അറിയാമോ? അതെ, അവിടെ മുതലാണ് ഞങ്ങൾക്ക് ചെറിയ ചെറിയൊരു അസ്വാരസ്യങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ആ ക്രെഡിറ്റിന് ഒരാഴ്ചക്ക് ശേഷവും ഇവർ പണം ഞങ്ങൾക്ക് തരാതെ ഇപ്പം ഇന്ന് നൽകാം നാളെ നൽകാം, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഫണ്ടിന്റെ കുറച്ച് ക്ലിയറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡിലേ വരുത്തി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് കിട്ടുമല്ലോ എന്നുള്ള സമാധാനത്തിൽ അവര് സൂപ്പർ മാർക്കറ്റുകാർ നിരന്തരം വിളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് കിട്ടും, കുറച്ച് വെയിറ്റ് ചെയ്യും, ഒരാഴ്ച കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 5ാമത്തെ ദിവസമാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയി അവിടുന്ന് മാനേജർ വിളിച്ച് പറയുന്നത്. അതായത് പണം ക്രെഡിറ്റ് ആയി? അതെ. യെസ്. ഒരു സംശയം കൂടി, നിങ്ങൾ ശേഖരിച്ച ഈ 1500 രൂപ അത് നിങ്ങളുടെ ഏതെങ്കിലും സംവിധാനത്തിലാണോ ചെലവഴിക്കപ്പെട്ടത്, അതെയോ സീഡിന് നേരിട്ട് അയച്ചു കൊടുക്കുകയാണോ ചെയ്തത്? സീഡിന്റെ അക്കൗണ്ടിലേക്കാണ് സർ അയച്ചിട്ടുള്ളത്. സീഡിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അടച്ചിട്ട് സീഡ് മുഖാന്തരം സീഡിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഫണ്ടുകൾ മൊത്തം അവരുടെ അക്കൗണ്ടിലേക്ക്, അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ശരി, താങ്കൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ 3000 രൂപയുടെ ഓണക്കിറ്റ് ഒരു ഏജൻസിയെ ഏൽപ്പിച്ചാൽ സാമാന്യമായി 3000 രൂപ അവർക്ക് കൊടുക്കേണ്ടി വരില്ല. ചെറിയ തുക ലാഭം, അല്ലെങ്കിൽ ഒരു 2000 രൂപയ്ക്കോ 2200 രൂപയ്ക്കോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാവുക. അതിന്റെ സീക്രട്ട് ഒന്നും പുറത്തു പറയണ്ട. പക്ഷേ ഈ പണം നൽകി അത് സീക്രട്ട് പുറത്തു പറഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ 100% ഇതിന് ബാധ്യതയുള്ള ഒരാളാണ്. അല്ല, അങ്ങനെയല്ല സുവർണ്ണ, അതൊരു സ്വാഭാവികമായ കച്ചവട രീതിയാണ്. അതായത് ഇപ്പോൾ 3000 രൂപയുടെ 1000 കിറ്റുകൾ വാങ്ങിയാൽ ഒരു കടക്കാരൻ സ്വാഭാവികമായിട്ടും 3000 രൂപ ഈടാക്കില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് 2500-നോ 2200-നോ ഒക്കെ കിട്ടിയേക്കാം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇല്ല, അതിനും ഞങ്ങൾ പറ്റിച്ചു. അതാണ് പറയുന്നത്. അവിടെയും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അതായത് അരിക്കൊക്കെ GST വേണ്ടെന്നായിരുന്നു അവര് ആദ്യം പറയാം. GST കൃത്യമായി GST ബില്ല് ഇട്ടുകൊണ്ടുള്ള ഒരു ഇത് 3000-ൽ 1 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്ത വിധത്തിൽ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിന് ആ 3000 രൂപ തന്നെ വെച്ച് കൊടുത്തോ? അതറിയാമോ?
അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെങ്കിൽ അതാണ് ആ തട്ടിപ്പിന്റെ രീതി സുവർണ. അതായത് 3000 രൂപയെന്ന് ബില്ല് കാണിക്കും, പക്ഷെ സൂപ്പർ മാർക്കറ്റുകാരൻ അത്രയും കൊടുത്തിട്ടുണ്ട്. എനിവേ റൈറ്റ്, അത് വിട്ടേക്കൂ. ശരി, അതിൽ നിന്ന് തട്ടിപ്പ് മനസ്സിലാകുന്നു, പക്ഷെ ആളുകൾക്ക് അത് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ പരാതിയൊന്നും ഉണ്ടാകില്ല. ഇപ്പോൾ ഈ സുവർണയടക്കം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടോ? കാരണം സുവർണയൊക്കെ ആണല്ലോ ഇതിനുവേണ്ടി പബ്ലിസിറ്റി കൊടുത്തത്. അപ്പോൾ ഈ പണം നൽകിയവർക്കൊന്നും അനന്തകൃഷ്ണന്റെ അടുക്ക് പോകാനൊന്നും സാധിക്കില്ല. അനന്തകൃഷ്ണനൊന്നും അവരുടെ കയ്യെത്തും ദൂരത്തല്ല ഉള്ളത്. അപ്പോൾ സുവർണ ഇപ്പോൾ എന്തൊക്കെ പ്രതിസന്ധിയാണ് നേരിടുന്നത്? സർ, ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ഞങ്ങൾ പ്രൊമോട്ടേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാവരും വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പ്രശ്നങ്ങളാണ് സർ. ഞങ്ങളെ പറ്റിയിട്ട് വരുന്ന പരാതികൾ പബ്ലിക്കിന്റെ ഇടയിലൊക്കെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. 15 ലക്ഷമൊക്കെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള പരാതികളാണ് പലർക്കും ഞങ്ങൾ കേൾക്കുന്നത്. പക്ഷേ വെറും 15,000 രൂപ മാത്രമാണ് ഞങ്ങൾക്ക് ഇതിന്റെ നിന്ന് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വെറും 15 ഒരു കൊല്ലവും 2 മാസത്തിനടുത്തായി. ഇത്രയും നാൾ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് വെറും 15,000 രൂപ മാത്രമാണ്. അതായത് ഈ ഒരു കൊല്ലം സേവനം അനുഷ്ഠിച്ചിട്ട് അല്ലെങ്കിൽ സീഡിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ലഭിച്ച തുക ഇത്രയും മാത്രമാണ്. അതെ, അത് കറക്റ്റ് ആയിട്ട് ഞങ്ങളടുത്ത് എല്ലാത്തിന്റെ എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് എവിടെ വേണമെങ്കിലും എന്ത് പറഞ്ഞായിരുന്നു? ഇപ്പോൾ ഞാൻ സുവർണയെ കുറ്റപ്പെടുത്തുകയല്ല. ഏതൊരാളും ജോലി ചെയ്യുക, അവർക്ക് മാസത്തിൽ ഒരു വരുമാനമൊക്കെ പ്രതീക്ഷിച്ചാണ്, അല്ലാതെ വെറുതെ ഒന്നും സേവനം. അത് ഞങ്ങളോട് ആദ്യം ഫസ്റ്റ് അവർ പറഞ്ഞിരുന്നത് 7,500 രൂപ നമുക്ക് ഓണറേറിയവും അതുപോലെ ഓരോ പ്രൊഡക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഇൻസെന്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് തരാമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. അതായത് ഒരു കസ്റ്റമറെ, അതായത് ഒരാൾ പകുതി തുക ഒരു സ്കൂട്ടറിന് വേണ്ടി അടച്ചാൽ അതിലൊരു നിശ്ചിത ശതമാനം നിങ്ങൾക്ക് ലഭിക്കും. അതെ, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിശ്ചിത ശതമാനം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ അത് കൂടാതെ 7,500 രൂപ വേറെ ലഭിക്കും. അതെ, അങ്ങനെയാണ്. പക്ഷെ അവർ പറഞ്ഞതനുസരിച്ചുള്ള ഒരു ഓഫറുകളും ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തരും. നമ്മളിപ്പോ 2 വീലറിന്റെ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ മാസമായിരുന്നു. അപ്പൊ ഡിസംബർ മാസത്തിന് ശേഷം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പണം വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് നഗ്ന സത്യം സർ. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, എവിടെ വേണമെങ്കിലും ഞങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു പരിപാടി ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇതിന്റെ കണ്ണികളായിപ്പോയി എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ജനനന്മ തീർത്തും പ്രതീക്ഷിച്ച് ചെയ്തൊരു പരിപാടിയാണ്. ഇതിലേക്ക് ഇപ്പൊ ഞങ്ങൾക്ക് പെട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കാൻ ഞങ്ങളിപ്പോ 100% ബാധ്യസ്ഥരായതുകൊണ്ട് കേസിന്റെ വഴിക്ക് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളെല്ലാവരും ഈ സുവർണയെ പോലെ സുവർണയോടൊപ്പം പ്രവർത്തിച്ചവരെല്ലാം ഒരുമിച്ചുണ്ടല്ലേ? എല്ലാവരും ഒരുമിച്ചാണ് സർ. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങൾ ജനങ്ങളുടെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ പെടുത്തി കളഞ്ഞത് കൊണ്ട് നമുക്കിത് ഇതിന്റെ സമാധാനം മേലെ നിന്നുള്ള എന്തുകൊണ്ട് സാർ ഇതിനുള്ള ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഒന്നും ഇത് അറിയാതെ പോയി. സാധാരണക്കാരായ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് ഈ തട്ടിപ്പിന് കൂട്ടും, നിങ്ങൾ എന്തേ ഇത് അറിഞ്ഞില്ല? ഞങ്ങളെക്കാട്ടിലും വിവരവും വിദ്യാഭ്യാസവും അറിവും ഉള്ള ഒരുപാട് ജനപ്രതിനിധികളും പിന്നെ സംവിധാനങ്ങളും ഉണ്ട്. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരിത് പാവങ്ങളായ ഞങ്ങൾ എങ്ങനെ സാർ ഇത്? തീർച്ചയായും അത് തട്ടിപ്പ് നടത്തുന്നവർ അങ്ങനെയാണല്ലോ. തട്ടിപ്പ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ല. മാത്രമല്ല CSR ഫണ്ട് എന്നത് കേരളത്തിലെ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ എല്ലാ കമ്പനികളും, വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ നിർബന്ധമായും ചെലവഴിക്കേണ്ട തുകയാണ്. ആ തുക സമൂഹത്തിലെ ഇത്തരം പലതരത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അത് സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായി ചെലവഴിക്കേണ്ട തുകയാണ്. അത് ചെലവഴിച്ചേ പറ്റൂ. പക്ഷേ അതിൽ തന്നെ തിരിമറികൾ നടത്താറുണ്ട്. ആ പണം പലപ്പോഴും കള്ള ബില്ലുകൾ നൽകി ഇതേ കമ്പനി തന്നെ ട്രസ്റ്റുകളെ ഏൽപ്പിക്കുക. ആ പണത്തിൽ ഒരു നിശ്ചിത ശതമാനം തുക ഈ ട്രസ്റ്റുകൾ തിരിച്ച് ഈ CSR ഫണ്ട് എന്ന് പറഞ്ഞ് ചെലവാക്കുന്ന തുക അതേ കമ്പനിക്ക് നൽകുക. അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് നിരന്തരം നടക്കുന്നതാണ്. പക്ഷെ കുറച്ച് തുകയൊക്കെ ജനങ്ങൾക്ക് സേവനമായി ലഭിക്കാറുണ്ട്. അത് ആണ് ഇപ്പോൾ ഈ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ച ഒരു ആയുധം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും സുവർണ, വളരെ നന്ദി ഇത്തരം വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. കഴിഞ്ഞ ദിവസം സുവർണ ഇവിടേക്ക്, അതായത് News 18 തന്നെ വിളിച്ചുകൊണ്ട് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിലും സുവർണയെ വീണ്ടും ഞങ്ങൾ ബന്ധപ്പെട്ടത്. അനന്തകൃഷ്ണൻ നടത്തിയത് 1000 കോടി രൂപയുടെ മുകളിൽ ഉള്ള തട്ടിപ്പാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ വിശ്വാസ്യതയ്ക്കായി മാധ്യമപ്രവർത്തകരെയും മറയാക്കിയിട്ടുണ്ട്. സ്കൂട്ടർ വിതരണത്തിനായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ഒപ്പിട്ട MOUവും പദ്ധതി ഉദ്ഘാടന ചിത്രവും അനന്തകൃഷ്ണൻ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചു. എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് പണം നഷ്ടപ്പെടാത്തതിനാൽ പരാതി നൽകാനാകില്ല എന്നാണ് പ്രസ് ക്ലബ് ഭാരവാഹികളുടെ നിലപാട്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ എങ്ങനെ നൽകും? ആൾക്ക് 60,000 വെച്ച് എങ്ങനെ സൗജന്യമായി നൽകും? ന്യായമായ ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ചവരുടെ വിശ്വാസം നേടാനാണ് മാധ്യമപ്രവർത്തകരെയും പ്രമുഖ നേതാക്കളുടെ ചിത്രങ്ങളും വീഡിയോയും മറയാക്കിയത്.
മാധ്യമപ്രവർത്തകർക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന പദ്ധതിയുടെ സംഘാടകരായത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്. ഉദ്ഘാടകൻ മന്ത്രി വി ശിവൻകുട്ടിയും. വിശ്വാസ്യത ഉറപ്പിക്കാനായി വേദിയിൽ വെച്ച് തന്നെ ഒരു മാധ്യമപ്രവർത്തകന്റെ കുട്ടിക്ക് ലാപ്ടോപ്പ് നൽകി. 2024 ജനുവരി 26 വിതരണോദ്ഘാടനം നടന്നെങ്കിലും MOU ഒപ്പുവെച്ചത് 2024 മാർച്ച് 20-നാണ്. എന്നാൽ ഇങ്ങനെയൊരു MOU ഇല്ലെന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു അന്ന് ഈ കരാറിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി M രാധാകൃഷ്ണന്റെ മറുപടി. പ്രസ് ക്ലബിനെ പറ്റിച്ചതാണെങ്കിൽ പോലീസിൽ പരാതി നൽകാത്തത് എന്തെന്ന ചോദ്യത്തിനും പ്രതികരിക്കേണ്ട എന്ന തീരുമാനമെന്നായിരുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് PR പ്രവീണിന്റെയും മറുപടി. പദ്ധതിയിൽ ഉൾപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ പേരും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പുറത്തുവിട്ടിരുന്നു. എന്നാൽ അന്നത്തെ ക്ലബ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തങ്ങളോട് അനുവാദം ചോദിക്കാതെ പേരുൾപ്പെടുത്തുകയായിരുന്നു എന്ന് പല മുതിർന്ന മാധ്യമപ്രവർത്തകരും ന്യൂസ് 8-നോട് പറഞ്ഞു. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ ഈ മാധ്യമപ്രവർത്തകരുടെ പേരടങ്ങുന്ന പട്ടികയും അനന്തകൃഷ്ണൻ 1000 കോടിയുടെ തട്ടിപ്പിന്റെ വിശ്വാസ്യതയ്ക്കായി ഉപയോഗിച്ചു. മാധ്യമപ്രവർത്തകർക്ക് സ്കൂട്ടർ നൽകുക വഴി കൂടുതൽ പേരിലേക്ക് തട്ടിപ്പ് വ്യാപിപ്പിക്കാനായിരുന്നു അനന്തകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ മറ്റ് 13 പ്രസ് ക്ലബ്ബും ഉൾപ്പെടുന്ന കേരള പത്രപ്രവർത്തക യൂണിയനെ പദ്ധതിയുമായി സമീപിച്ചെങ്കിലും തട്ടിപ്പ് സാധ്യത തിരിച്ചറിഞ്ഞ് യൂണിയൻ ഒഴിവാക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.